അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എത്തപ്പെട്ടിട്ടുള്ള ഹാജിമാർ ഉംറ നിർവഹിച്ചും കഅബ തവാഫ് ചെയ്തും ഇന്ന് മിനയിലെത്തി ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന പ്രഖ്യാപനത്തോടെ ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് ഹാജിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും സുപ്രധാനമായ കർമ്മമുള്ളത്, അഥവാ യൗമ അറഫ. ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളവും സൂര്യോദയം സംഭവിച്ചതിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിവസമായിട്ടാണ് അറഫാ ദിനത്തെ പരിഗണിക്കപ്പെട്ടിട്ടുള്ളതും അംഗീകരിച്ചിട്ടുള്ളതും. അഥവാ ദുനിയാവിലെ ഏറ്റവും ഹൈറായ ദിനമാണ് യൗമ അറഫ. രാജിയെ സംബന്ധിച്ചിടത്തോളം ളുഹറും അസ്റും ജമ്മും കസറുമാക്കി നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഖുതുബയും ശ്രവിച്ച് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ദീർഘമായി ദിക്റുകളിലും പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണത്തിലുമായി കഴിച്ചു കൂട്ടേണ്ടുന്ന സമയമാണ്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിനത്തിൽ നിർവഹിക്കേണ്ടുന്ന സുപ്രധാനമായ ദിക്റായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ്. കൂടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതല്ലാതെയും ധാരാളം ദിക്റുകൾ, കൂടാതെ ഓരോരുത്തർക്കും വേണ്ടി നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മക്കൾ, ഇങ്ങനെ തുടങ്ങി ലോക മുസ്ലിമീങ്ങൾക്കൊക്കെയും വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ് ഹാജിയെ സംബന്ധിച്ചിടത്തോളം. ഹാജിമാരല്ലാത്തവർ നാളെ നിർവഹിക്കേണ്ട സുപ്രധാനമായ കർമ്മം അറഫ നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ നോമ്പിനെ സംബന്ധിച്ച സുവാർത്ത അറിയിച്ചിട്ടുള്ളത് സിയാമു യൗമ അറഫ യുകഫിറു അസ്സനത്തുൽ മാലിയ വസ്സനത്തുൽ ബാഖിയ. അറഫ ദിനത്തിലെ നോമ്പനുഷ്ഠാനം കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപകൃത്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാജിമാരുൾപ്പെടെ ലോകത്തുള്ള കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സമൂഹത്തെ നരകാഗ്നിയിൽ നിന്ന് മുക്തമാക്കുന്ന ഏറ്റവും സുപ്രധാനമായ ദിനമാണ് അറഫാ ദിനം. നാം ഓരോരുത്തരും സാധ്യമായ പ്രാർത്ഥനകളിൽ വ്യാപൃതമായി, നോമ്പനുഷ്ഠാനത്തോടെ പ്രാർത്ഥനകളിൽ വ്യാപൃതമായും ഖുർആൻ പാരായണത്തിലൂടെയും ദിക്റുകളിലൂടെയും തക്ബീറിലൂടെയും തഹ്മീദിലൂടെയും തസ്ബീഹിലൂടെയും ഒക്കെ കഴിച്ചുകൂട്ടുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാൻ നമുക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വന്നിട്ടുള്ളവർക്കും എല്ലാവർക്കും പാപമുക്തരായി ശേഷിക്കുന്ന ജീവിതം സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു തീർക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.